നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കേരളത്തിൽ വേനൽ മഴ തുടങ്ങി. ചൊവ്വാഴ്ച മധ്യ തെക്കൻ കേരളത്തിൽ വ്യാപകമായി മഴ പെയ്തു. വടക്കൻ കേരളത്തിൽ ചൊവ്വാഴ്ച വൈകുന്നേരം വരെ മഴ കുറവായിരുന്നു. വ്യാഴാഴ്ച മുതൽ സംസ്ഥാനത്ത് ആകെ മഴ കൂടുതൽ ശക്തമാകും. വിവിധ ദിവസങ്ങളിലായി 8 ജില്ലകളിൽ കനത്ത മഴയ്ക്കുള്ള യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച വരെ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത. ശനിയാഴ്ചയ്ക്ക് ശേഷം ഏതാനും ദിവസം മഴ കുറയും. അതിനുശേഷം വീണ്ടും സജീവമാകും. മെയ് പകുതിയോടെ കൂടുതൽ മഴ പെയ്യാനും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് വേഗതയിൽ ഉയർന്ന സാഹചര്യത്തിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ KSEB തീരുമാനിച്ചു. ഇന്നലെ നടന്ന ഉന്നതതല യോഗത്തിലാണ് ഈ നിർണായക തീരുമാനമുണ്ടായത്. വൈകിട്ട് 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയത്തിനിടയിൽ അരമണിക്കൂർ വരെയായിരിക്കും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുക. പീക്ക് അവറിലുള്ള വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നതിനായി AC-യുടെ താപനില 24 ഡിഗ്രിക്കും 26 ഡിഗ്രിക്കും ഇടയിൽ ക്രമീകരിക്കണമെന്നും ഇലക്ട്രിക് വാഹനങ്ങൾ രാത്രിയിൽ ചാർജ് ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. പവർ എക്സ്ചേഞ്ചുമായുള്ള 600 മെഗാവാട്ട് വൈദ്യുതിയുടെ 3 കരാറുകൾ ഈ മാസം അവസാനിക്കുമെന്നിരിക്കെ പുതിയ കരാറുണ്ടാക്കാൻ സർക്കാർ മടിച്ചത് തുടർഭരണം ലഭിക്കുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ. തങ്ങൾ ഭരിച്ച 10 വർഷം പവർ കട്ട് ഇല്ലായിരുന്നുവെന്നും പുതിയ സർക്കാർ അധികാരമേറ്റതോടെ കേരളം ഇരുളിലായെന്നും വരുത്തി തീർക്കാനായിരുന്നു ഇത്. എന്നാൽ വേനൽ ശക്തമായതോടെ കാര്യങ്ങൾ തകിടം മറിഞ്ഞതിനാൽ കള്ളി വെളിച്ചത്തായി. സംസ്ഥാനത്ത് ആവശ്യമായ 67% വൈദ്യുതിയും പുറത്തുനിന്ന് വാങ്ങേണ്ട സാഹചര്യത്തിൽ പുതിയ കരാറിനുള്ള അപേക്ഷ കുറഞ്ഞത് 3 മാസം മുമ്പെങ്കിലും വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ സമർപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് മനഃപൂർവ്വം വേണ്ടെന്ന് വെക്കുകയായിരുന്നുവെന്ന് KSEB ഉദ്യോഗസ്ഥർ പറയുന്നു. സംസ്ഥാനത്ത് മിൽമ പാൽ വില വർധനയ്ക്ക് സർക്കാർ അനുമതി നൽകി. ലിറ്ററിന് 4 രൂപ വരെ വർദ്ധിപ്പിക്കാനാണ് നിർദ്ദേശം. പാൽ വില കൂട്ടണമെന്ന് മിൽമ നൽകിയ അപേക്ഷയിൽ ഇന്ന് നടക്കുന്ന മിൽമ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. ലിറ്ററിന് 4 മുതൽ 6 രൂപ വരെ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട മിൽമ ഡയറക്ടർ ബോർഡ് 6 മാസം മുമ്പ് സർക്കാരിന് കത്ത് നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ അനുമതി ലഭിച്ചിരുന്നില്ല. ഇന്ന് ചേരുന്ന മിൽമ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പുതിയ വില എന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നതിനെക്കുറിച്ചും മറ്റ് അനുബന്ധ നിരക്കുകളെക്കുറിച്ചും അന്തിമ തീരുമാനമുണ്ടാകും. വില വർധനവ് മെയ് 1 മുതൽ നടപ്പാക്കും. കൊടും ചൂടിൽ കുടിവെള്ളം മുട്ടിച്ച് വാട്ടർ അതോറിറ്റി. നഗരപ്രദേശങ്ങളിലും ഗ്രാമീണ മേഖലകളിലും ഒരുപോലെ ജലക്ഷാമം രൂക്ഷം. കുടിവെള്ളക്ഷാമത്തിന് കാരണം വാട്ടർ അതോറിറ്റിയുടെ പിടിപ്പുകേടും സാമ്പത്തിക ഞെരുക്കവും. സംസ്ഥാന സർക്കാർ ബജറ്റിൽ ആവശ്യത്തിന് പണം അനുവദിക്കാതായതോടെ പദ്ധതികളൊന്നും പൂർത്തിയാക്കാനായില്ല. ആശ്വാസമായി കിട്ടിയ കേന്ദ്ര സഹായവും സംസ്ഥാന സർക്കാർ വകമാറ്റി. കരാറുകാർക്ക് 20 മാസത്തെ തുകയായ 169.31 കോടി ആണ് കുടിശ്ശികയായി നൽകാനുള്ളത്. ബില്ല് മാറാതായതോടെ ചോർച്ച കണ്ടെത്തി പരിഹരിക്കുന്നതിൽ കരാറുകാർ മെല്ലെ പോക നയത്തിലായി. ഇതിനിടെ പൊതു ടാപ്പിന്റെ വാട്ടർ ചാർജ് ഇനത്തിൽ കേന്ദ്ര സർക്കാർ LSGDയിലൂടെ നൽകിയ 1405 കോടി രൂപ സംസ്ഥാന സർക്കാർ കവർന്നെടുത്തു. അമൃത് പദ്ധതിക്കും ജലജീവൻ മിഷൻ പദ്ധതിക്കും കേന്ദ്ര സർക്കാർ വിഹിതം നൽകിയെങ്കിലും സംസ്ഥാനം വിഹിതം നൽകാത്തതിനാൽ പദ്ധതികളൊന്നും നടപ്പിലാക്കാനും സാധിച്ചില്ല. ക്ഷേത്രമായാലും ദർഗയായാലും മതസ്ഥാപനങ്ങളിൽ അരാജകത്വം അനുവദിക്കാനാവില്ലെന്നും ഓരോ സ്ഥാപനത്തിനും അതിൻ്റെതായ ചട്ടം വേണമെന്നും സുപ്രീം കോടതി. ഓരോ സ്ഥാപനവും സുഗമമായി പ്രവർത്തിക്കാൻ ചട്ടക്കൂട് അനിവാര്യമാണ്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവേ കോടതി അഭിപ്രായപ്പെട്ടു. മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടായിരുന്നു ഇന്നലെ വാദം. ജേർണലിസം വിദ്യാർത്ഥിയെ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച നിലയിൽ കണ്ടെത്തി. മാറാനല്ലൂർ ക്രൈസ്റ്റ് നഗർ കോളേജിലെ വിദ്യാർത്ഥി ദീപുവിനെയാണ് രാവിലെ 7:30 കൊച്ചുവേളി നാഗർകോവിൽ പാസഞ്ചർ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 21 വയസ്സായിരുന്നു. കഴിഞ്ഞ മാസത്തെ ജേർണലിസം പരീക്ഷ എഴുതാൻ കഴിയാത്ത മനോവിഷമത്തിലായിരുന്നു ദീപു എന്നാണ് വിവരം. നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കൗൺസിൽ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ സംസ്ഥാനത്തുണ്ടായ അക്രമ സംഭവങ്ങളിൽ കേരള ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ജസ്റ്റിസുമാരായ ബസന്ത് ബാലാജി, P. കൃഷ്ണകുമാർ എന്നിവരടങ്ങിയ അവധിക്കാല ഡിവിഷൻ ബെഞ്ചാണ് അതീവ ഗൗരവത്തോടെ ഈ വിഷയത്തിൽ ഇടപെട്ടത്. ഹർത്താലിലുണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങളെക്കുറിച്ച് ഇന്ന് വൈകുന്നേരത്തിനകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കോടതി കർശന നിർദ്ദേശം നൽകി. മുൻകൂർ അനുമതിയില്ലാതെ ഹർത്താൽ നടത്തുന്നത് നിയമവിരുദ്ധമാണെന്ന മുൻ ഉത്തരവുകൾ നിലനിൽക്കെ നിയമം ലംഘിച്ച് ഹർത്താൽ ആഹ്വാനം ചെയ്തവർക്ക് നോട്ടീസ് അയക്കാനും കോടതി ഉത്തരവിട്ടു. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ പേരിൽ പണം തട്ടാൻ ശ്രമം. 40 ലക്ഷം രൂപ നഷ്ടമായി. തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തു. കമ്പനിയുടെ പേരിൽ ബാങ്കിനെ ബന്ധപ്പെടുകയായിരുന്നു. 40 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു. പണം ബാങ്ക് തിരികെ നൽകുമെന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ MD ദിവ്യ S. അയ്യർ അറിയിച്ചു.
കമ്പനിയുടെ പേരിൽ ഔദ്യോഗിക അക്കൗണ്ടുള്ള ബാങ്കിൽ ബന്ധപ്പെടുകയും 40 ലക്ഷം രൂപ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത് നൽകുകയുമായിരുന്നു. അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഔദ്യോഗിക അക്കൗണ്ട് താൽക്കാലികമായി മരവിപ്പിച്ചു. ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് പണം നഷ്ടമാകാനുള്ള കാരണമെന്ന് പോലീസ് വിലയിരുത്തുന്നത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വേനൽ മഴയ്ക്കൊപ്പം എത്തിയ ശക്തമായ ഇടിമിന്നൽ ഒരു പ്രവാസി യുവാവിന്റെ ജീവനെടുത്തു. ചെങ്ങന്നൂർ മുളക്കുഴങ്ങ് പുത്തൻപീടിക സ്വദേശി ആസിഫ് അഷ്റഫാണ് മിന്നലേറ്റു മരിച്ചത്. 23 വയസ്സായിരുന്നു. പുത്തൻകാവ് പള്ളി ഗ്രൗണ്ടിൽ സുഹൃത്തുക്കൾക്കൊപ്പം ഫുട്ബോൾ കളിക്കുന്നതിനിടെയാണ് സംഭവം. ഉടൻ തന്നെ സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് മാവേലിക്കരയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു ആസിഫ്. മെയ് 15 ജോലി സ്ഥലത്തേക്ക് മടങ്ങാനിരിക്കെയാണ് മരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്ന് പുറത്തുവരും. ഇതോടെ മുന്നണികളുടെ ഉത്കണ്ഠ പാരമ്യത്തിലെത്തും. വരും ദിവസത്തെ രാഷ്ട്രീയ ചർച്ചകളും ഇതിൽ കേന്ദ്രീകരിച്ചായിരിക്കും. സംസ്ഥാനത്ത് അതിരൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി തുടരുന്നതിനിടെ ഇന്നലെ മുതൽ പ്രഖ്യാപിച്ച ലോഡ് ഷെഡിംഗ് അധിക നാൾ വേണ്ടിവരില്ലെന്ന് KSEB. നിലവിൽ 200 മെഗാവാട്ടിൽ കുറവ് മാത്രമാണുള്ളതെന്നും കൂടംകുളം നിലയത്തിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി കിട്ടിത്തുടങ്ങിയെന്നുമാണ് KSEB അറിയിക്കുന്നത്. നിലയത്തിലെ അറ്റകുറ്റം പണി മൂലം കഴിഞ്ഞ ദിവസം ഇത് മുടങ്ങിയിരുന്നു. നേരത്തെയുള്ള കരാർ പ്രകാരം പവർ എക്സ്ചേഞ്ച് വഴി 150 മെഗാവാട്ട് ലഭ്യമായിട്ടുണ്ട്. നിങ്ങൾ എന്നെ തിരയുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതക കേസിൽ അറസ്റ്റിലായ തോട്ടുവാക്കട പൊന്നുട്ടേൽ സജി 1.5 ദിവസത്തോളം ഒളിവ് ജീവിതം ഉപേക്ഷിച്ച് നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നാട്ടുകാരോട് പറഞ്ഞതാണിത്. തോട്ടുവാക്കട പൊന്നൂട്ടിൽ മേരി, മകൻ റെജി എന്നിവർ കൊല്ലപ്പെട്ട സംഭവത്തിൽ മേരിയുടെ ഇളയ മകൻ സജിയാണ് അറസ്റ്റിലായത്. പോലീസ് അന്വേഷിച്ചെത്തിയ ഞായറാഴ്ച വൈകിട്ട് വീടിനടുത്ത് നിന്ന് ഒരു ബാഗുമായി ഓടി രക്ഷപ്പെട്ട സജി വീടിന് സമീപം തന്നെയുള്ള പാറയിലും ഏലത്തോട്ടത്തിലുമായിരുന്നു ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ചൊവ്വാഴ്ച രാവിലെ മുതൽ ഡ്രോൺ ഉപയോഗിച്ചും പരിശോധന നടന്നു. പിന്നീട് ഉച്ചയ്ക്ക് 12ഓടെ ചിന്നപ്പച്ചടി ഉമ്മാക്കട റോഡിൽ നിന്ന് നടന്നു വന്ന സജി ഇവരുടെ വീടിനടുത്തുള്ള കടയിലെത്തി. താൻ കീഴടങ്ങുകയാണെന്നും തെറ്റുപറ്റിപ്പോയെന്നും ക്ഷമിക്കണമെന്നും കടയുടമ ലില്ലിക്കുട്ടി ജോസഫിനോട് കൈകൂപ്പി പറഞ്ഞു. ഇത് കണ്ട് സമീപത്ത് മഫ്തിയിലുണ്ടായ പോലീസുകാർ ഓടിയെത്തുകയും സജിയെ പിടികൂടുകയുമായിരുന്നു. തുടർന്ന് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന നടത്തുകയും പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു. സ്വത്ത് തർക്കവും മാനസിക പീഡനവുമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പ്രതിയുടെ മൊഴിയെന്ന് പോലീസ് പറഞ്ഞു. സജിയുടെ പിതൃത്വത്തെ റെജി ചോദ്യം ചെയ്തതും വഴക്കിന് കാരണമായി. താൻ വിവാഹം കഴിക്കാൻ റെജി സമ്മതിച്ചിരുന്നില്ലെന്നും അതിന്റെ പേരിൽ തർക്കം പതിവായിരുന്നുവെന്നും സജി മൊഴി നൽകിയിട്ടുണ്ട്. ദേശീയ പാതയോരത്തിന് സമീപം നുള്ളിപ്പാടിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ കർണാടക സ്വദേശിയായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. കർണാടകയിലെ ഗദക് ലക്ഷ്മീശ്വര സ്വദേശി മഞ്ജുനാഥയാണ് കാസർഗോഡ് ടൗൺ പോലീസ് കർണാടക ഹാസനിലെത്തി അറസ്റ്റ് ചെയ്തത്. കർണാടക ഗദക് ബലേഗ ഹൊസൂരിലെ ചന്ദ്രശേഖർ സുരേഷാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. ഇയാൾ കാസർഗോഡ് താമസിച്ച് കോൺക്രീറ്റ് ജോലികൾ ചെയ്തു വരികയായിരുന്നു. ഇയാൾക്കൊപ്പം പണിയെടുക്കുന്ന ആളാണ് ഇപ്പോൾ അറസ്റ്റിലായ മഞ്ജുനാഥ. പ്രതിയായ മഞ്ജുനാഥയും കൊല്ലപ്പെട്ട ചന്ദ്രശേഖരയും സുഹൃത്തുക്കളായിരുന്നു. ഒരുമിച്ച് മദ്യപിക്കുകയും താമസിക്കുകയും ചെയ്യുന്നവരുമായിരുന്നു. ഇതിനിടയിൽ മഞ്ജുനാഥ കൊല്ലപ്പെട്ട ചന്ദ്രശേഖരയ്ക്ക് 2000 രൂപ കടം നൽകിയിരുന്നു. ഏറെക്കാലമായിട്ടും അത് തിരികെ ലഭിച്ചിരുന്നില്ല. സംഭവം നടക്കുന്ന രാത്രിയിൽ ഇരുവരും ഈ കെട്ടിടത്തിന് സമീപത്തിരുന്ന് മദ്യപിക്കുന്നതിനിടയിൽ മഞ്ജുനാഥ കടത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ഇത് ചന്ദ്രശേഖര എതിർക്കുകയും ഇതേ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. രാജ്യാന്തര ആഭ്യന്തര വിമാന സർവീസുകൾ മുടക്കമില്ലാതെ നടക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന് ഇന്ത്യൻ വിമാന കമ്പനികൾ. ഇന്ധനവില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് എയർ ഇന്ത്യയും ഇൻഡിഗോയും സ്പൈസ് ജെറ്റും ഉൾപ്പെടെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എയർലൈൻസ് കത്ത് നൽകി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് വ്യോമയാന മേഖല നേരിടുന്നത്. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ വില പുനർനിർണ്ണയിക്കണമെന്നും സാമ്പത്തിക പിന്തുണ നൽകണമെന്നുമാണ് ആവശ്യം. ഇല്ലെങ്കിൽ സർവീസുകൾ നിർത്തേണ്ടി വരും. ആഭ്യന്തര സർവീസിനായുള്ള ഇന്ധനത്തിന് ഈടാക്കുന്ന 11% എക്സൈസ് തീരുവ ഒഴിവാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഡിജിറ്റൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള സൈബർ തട്ടിപ്പുകൾ തടയുന്നതുമായി ബന്ധപ്പെട്ട് ഈ വർഷം ജനുവരി മുതൽ 9400 അക്കൗണ്ടുകൾ വാട്സാപ്പ് നിരോധിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററാണ് ഇക്കാര്യം അറിയിച്ചത്. ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീം കോടതി ആവശ്യപ്പെട്ട പ്രകാരമാണ് സർക്കാർ സത്യവാങ്മൂലം ഫയൽ ചെയ്തത്. ഇന്ത്യൻ ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടുള്ള ഡിജിറ്റൽ അറസ്റ്റ് തടയുന്നതിന് ജനുവരിയിലാണ് വാട്സാപ്പ് അന്വേഷണം തുടങ്ങിയത്. മരിച്ച സഹോദരിയുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം പിൻവലിക്കാൻ അസ്ഥികൂടവുമായി എത്തിയ സംഭവത്തിൽ പ്രതികരിച്ച് ഒഡീഷ ഗ്രാമീൺ ബാങ്ക് തങ്ങൾ രേഖകൾ മാത്രമാണ് ആവശ്യപ്പെട്ടതെന്നും അക്കൗണ്ട് ഉടമ നേരിട്ട് വരണമെന്ന് നിർബന്ധിച്ചിട്ടില്ലെന്നുമാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. ഒഡീഷയിലെ കെഞ്ചോർ ജില്ലയിലാണ് 50-കാരനായ ജിത്തു മുണ്ട തന്റെ മരിച്ചുപോയ സഹോദരി കൾറ മുണ്ടയുടെ അസ്ഥികൂടവുമായി ബാങ്കിലെത്തിയത്. ഏപ്രിൽ 27 മീര റോഡിലെ നയാനഗറിൽ നടന്ന കത്തിക്കുത്ത് സംഭവത്തിൽ
ഹൃദയഭേദകമായ അനുഭവങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് 31-കാരനായ ജെയ്ബ് സുബൈർ അൻസാരിക്കെതിരെ അന്വേഷണം തുടരുന്നതിനിടെയാണ് സംഭവം. നിലവിൽ ഒരു പ്രാദേശിക ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 2 സുരക്ഷാ ഗാർഡുകൾ മൊഴി നൽകി. ഇരകളുടെ മൊഴിപ്രകാരം വഴി ചോദിക്കുന്നതിന്റെ മറവിൽ അൻസാരി അവരെ സമീപിച്ചപ്പോഴാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. താൻ ഒരു ഹിന്ദുവാണോ എന്ന് അയാൾ ചോദിച്ചുവെന്നും അക്രമി തിരിച്ചു വന്ന് എന്നെ കുത്തി സൂപ്പർവൈസറെ അടിച്ചു. അയാൾ സൂപ്പർവൈസറോടും ചോദിച്ചു, നിങ്ങളും ഒരു ഹിന്ദുവാണോ അല്ലേ എന്നും നിങ്ങളൊരു ഹിന്ദു അല്ലെങ്കിൽ കൽമ ചൊല്ലണമെന്നും പറഞ്ഞു. തങ്ങളുടെ മതത്തെക്കുറിച്ച് ചോദിച്ചതിന് തൊട്ടു പിന്നാലെ ഇയാൾ തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്നും മൊഴി നൽകിയിട്ടുണ്ട്. അമേരിക്കയും ഇസ്രയേലുമായി യുദ്ധം ആരംഭിച്ച് 2 മാസം പിന്നിടുമ്പോൾ ഇറാന്റെ ഭരണ സംവിധാനത്തിൽ നിർണായകമായ മാറ്റങ്ങൾ സംഭവിക്കുന്നതായി റിപ്പോർട്ട്. രാജ്യത്തിന്റെ പരമോന്നത നേതാവിനുണ്ടായിരുന്ന സർവാധിപത്യം കുറയുകയും സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഭരണകാര്യത്തിൽ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനേയി കൊല്ലപ്പെട്ട ശേഷം അധികാരമേറ്റ മകൻ മുസ്തഫ ഖംനേയിക്ക് പിതാവിനെ പോലെ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നില്ലെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. സൈനിക ജനറലുകൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അംഗീകാരം നൽകുന്ന നിലയിലേക്ക് അദ്ദേഹം ഒതുങ്ങിയെന്നും സൈന്യത്തിന് മേധാവിത്വം ലഭിച്ചതോടെ അമേരിക്കയുമായുള്ള ചർച്ചകളിലും മറ്റും ഇറാൻ കൂടുതൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നുവെന്നുമാണ് പറയപ്പെടുന്നത്. ആഗോള എണ്ണ വിപണി ആടിയൊലിഞ്ഞു നിൽക്കെ എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക്കിൽ നിന്ന് പിൻവാങ്ങി UAE. മെയ് 1 മുതൽ ഒപെക്കിൽ നിന്നും ഒപെക് പ്ലസിൽ നിന്നും വിട്ടുനിൽക്കും. ഹോർമുസ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ സ്വതന്ത്രമായ ഉൽപ്പാദനം ലക്ഷ്യമിട്ടാണ് തീരുമാനം. വിയന്നയിൽ നിർണായക ഒപെക് യോഗവും സൗദിയിൽ GCC ഉച്ചകോടിയും നടക്കുന്നതിന് തൊട്ടുമുന്നെയാണ് ഞെട്ടിച്ച പ്രഖ്യാപനം. രാഷ്ട്രമായി രൂപം കൊണ്ടതിനു ശേഷം ആദ്യമായാണ് UAE കൂട്ടായ്മ വിടുന്നത്. ബംഗ്ലാദേശിലെ 8 ഡിവിഷനുകളിലായി 64 ജില്ലകളിൽ 58 എണ്ണത്തിലും 5ാം പനി പടർന്നു പിടിച്ചതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ബംഗ്ലാദേശിൽ ഉയർന്ന തോതിലുള്ള പ്രതിരോധ കുത്തിവയ്പ് നിരക്കുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 വർഷങ്ങളിൽ പ്രത്യേകിച്ച് 2025-ലുണ്ടായ കുറവ് 5ാം പനി പടർന്നു പിടിക്കലിനെ മാരകമാക്കി. 6 മാസം പ്രായമുള്ള കുട്ടികളെ ലക്ഷ്യമിട്ട് അടിയന്തര വാക്സിനേഷൻ ഡ്രൈവ് ആരംഭിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പകർച്ചവ്യാധിയുടെ വ്യാപ്തി രോഗം ഒടുവിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള അതിർത്തികളിലേക്കും പടർന്നേക്കാമെന്ന ആശങ്കയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.